Hello students, today we are discussing a remarkable story written by Oscar Wilde. Oscar Wilde was born in 1854 and he was died in 1900, and his occupation was author, poet and playwright, and he was an Irish writer. His notable works are The Importance of Being Earnest and The Picture of Dorian. Okay students, so without any delay, let's get started the story. So this is a story about the fate of an arrogant rocket. The king's son was going to be married, so there were general rejoicings. He had waited a whole year for his bride, and at last she had arrived. She was a Russian princess and had driven all the way from Finland in a sledge drawn by 6 reindeer. So pale was she that as she drove through the streets, all the people were wondered. "She's like a white rose," they cried, and they threw down flowers on her from the balconies. At the gate of the castle, the prince was waiting to receive her. He had dreamy violet eyes, and his hair was like fine gold. When he saw her, he sank upon one knee and kissed her hand. So the king's son was going to be married. കിങ്ങിൻ്റെ സൺ എന്ന് പറയുമ്പോൾ പ്രിൻസ് എന്താണ് മാരി ചെയ്യാൻ പോവുകയാണ്. സോ കാസിലിൽ ആകെ നിറയെ ഫങ്ഷൻസ് ആണ്, ഒരുപാട് ജനറൽ റീജോയ്സിങ്സ് മീൻസ് സെലിബ്രേഷൻസ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മളുടെ പ്രിൻസ് ഏകദേശം 1 ഇയർ ആയിട്ട് തൻ്റെ ബ്രൈഡിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫൈനലി നമ്മളുടെ പ്രിൻസസ് വരികയാണ്. പ്രിൻസസ് ഒരു റഷ്യൻ പ്രിൻസസ് ആണ്. അങ്ങനെ അവർ വരുന്നത് ആകെ ഫിൻലൻഡിലൂടെയൊക്കെ സ്ലെഡ്ജ് എന്ന് പറയുന്ന ഒരു വെഹിക്കിളിലൂടെ ഒരു 6 റെയിൻഡിയേഴ്സിനെ വഹിച്ചുകൊണ്ടുള്ള ഒരു സ്ലെഡ്ജിൽ കയറിയിട്ടാണ് അവർ നമ്മളുടെ പ്രിൻസിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നത്. ഈ ഒരു പിക്ചറിൽ കാണുന്നതാണ് റെയിൻഡിയർ ആൻഡ് സ്ലെഡ്ജ്. നമ്മളുടെ റഷ്യൻ പ്രിൻസസ് ആൾ ഭയങ്കര പെയിൽ കളേർഡാണ്. സോ അവർ വരുമ്പം ആ ഒരു സ്ട്രീറ്റിലുള്ള ആളുകളൊക്കെ ഇവരെ കണ്ടിട്ട് ഇവരുടെ ബ്യൂട്ടീനെ അഡ്മയർ ചെയ്തിട്ട് ആകെ വണ്ടടിച്ച് നിൽക്കുകയാണ്. ഷീ ഈസ് ലൈക്ക് എ വൈറ്റ് റോസ് ദേ ക്രൈഡ്. അപ്പോൾ ആ ഒരു സ്ട്രീറ്റിലുള്ള ആളുകളൊക്കെ ഇവളെ തന്നെ ഈ ഒരു പ്രിൻസസിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് അവർ പറയാണ് എന്താണ്, അവളൊരു വൈറ്റ് റോസിനെ പോലെ തന്നെയുണ്ട് കാണാൻ. പ്രിൻസസിനെ കണ്ടിട്ട് അവളുടെ ബ്യൂട്ടീനെ കണ്ടിട്ട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ബാൽക്കണിയിൽ നിന്നൊക്കെ അവരുടെ ബാൽക്കണീസിൽ നിന്നും താഴേക്ക് പ്രിൻസസിൻ്റെ മുകളിലേക്ക് ഫ്ലവേഴ്സ് എറിയുന്നുണ്ട്. ആൻഡ് ഫൈനലി നമ്മളുടെ റഷ്യൻ പ്രിൻസസ് കാസിലിൻ്റെ ഗേറ്റ് വരെ എത്തി. അങ്ങനെ ഗേറ്റിൻ്റെ അവിടെ നമ്മളുടെ പ്രിൻസ് എന്ത് ചെയ്യുന്നുണ്ട്, വെയിറ്റ് ചെയ്യുന്നുണ്ട് പ്രിൻസസിനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് അവർ പ്രിൻസ് വാസ് ഓൾസോ ഹാൻസം. ആൻഡ് അയാൾക്കൊരു വയലറ്റ് ഐസ് ഉണ്ട്, ഭയങ്കര ഡ്രീമി വയലറ്റ് ഐസ് ആണ്. അതുപോലെ അയാളുടെ ഹെയർ എന്ന് പറയുന്നത് ലൈക്ക് ഫൈൻ ഗോൾഡ്. ആൻഡ് നമ്മുടെ പ്രിൻസ് പെട്ടെന്ന് പ്രിൻസസിനെ മീറ്റ് ചെയ്യുമ്പോൾ അയാൾ നീൽ സാങ്ക് ചെയ്തിട്ട് അവളുടെ കയ്യിൽ കിസ് ചെയ്യുന്നുണ്ട്. After 3 days of preparation, the marriage was celebrated. It was a magnificent ceremony, and the bride and bridegroom walked hand in hand under a canopy of purple velvet embroidered with little pearls. Then there was a state banquet which lasted for 5 hours. The prince and princess sat at the top of the great hall and drank out of a cup of clear crystal. After the banquet, there was to be a ball. The bride and bridegroom were to dance the rose dance together, and the king had promised to play the flute. He played very badly, but no one had ever dared tell him so, because he was the king. അങ്ങനെ കാസിലിൽ പ്രിൻസിൻ്റെയും പ്രിൻസസിൻ്റെയും വെഡ്ഡിങ് പ്രിപ്പറേഷൻ ഒരു 3 ദിവസത്തോളമായിട്ട് നടന്നു. പ്രിപ്പറേഷൻ കഴിഞ്ഞ് ഇപ്പോൾ വെഡ്ഡിങ് സെലിബ്രേഷൻ നടക്കാൻ പോവുകയാണ്. അങ്ങനെ ആ ഒരു വെഡ്ഡിങ് സെലിബ്രേഷൻ എന്ന് പറയുന്നത് ഭയങ്കര മാഗ്നിഫിസൻ്റ് ആയിട്ടുള്ളൊരു സെറിമണി ആയിരുന്നു. മാഗ്നിഫിസൻറ്റ് മീൻസ് ഭയങ്കര ഗ്രാൻഡ് ആയിട്ടുള്ള നല്ലൊരു സെറിമണി ആയിരുന്നു അവരുടെ മാരേജ് ഫങ്ഷൻ. അങ്ങനെ നമ്മുടെ ബ്രൈഡും ബ്രൈഡ് ഗ്രൂമും അവർ ഹാൻഡ് ഇൻ ഹാൻഡായിട്ട് ഒരു കനോപ്പിയുടെ താഴെയിലൂടെ ഇങ്ങനെ അവർ നടന്നു വരികയാണ്. അതിൽ ആ കനോപ്പിയിൽ ഭയങ്കര വെൽവെറ്റ് എംബ്രോയിഡറി ചെയ്തിട്ടുള്ള പേൾസൊക്കെ ഫിറ്റ് ചെയ്തിട്ടുള്ള ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കനോപ്പിയിലൂടെയാണ് അവർ നടന്നു വരുന്നത്. ആഫ്റ്റർ ദാറ്റ് ദർ വാസ് എ സ്റ്റേറ്റ് ബാങ്ക്വറ്റ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഫോമലായിട്ടുള്ള ഒരു ലാവിഷ് ഫീസ്റ്റിനെയാണ് നമ്മൾ ബാങ്ക്വറ്റ് എന്ന് പറയും.
ഈ ഒരു ഫീസ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ബാങ്ക്വിറ്റ് ഒരു 5 hours ലാസ്റ്റ് ചെയ്തു, ആ ഒരു ടൈം. ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമ്മളുടെ പ്രിൻസും പ്രിൻസസ്സും ആ ഒരു ഹാളിൻ്റെ ഏറ്റവും ടോപ്പിൽ പോയിട്ട് അവിടെ ഇരുന്നു. എന്നിട്ട് അവരെന്ത് ചെയ്തു, ഒരു ക്രിസ്റ്റൽ കപ്പിൽ അവർ ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ചു. ആഫ്റ്റർ ദ ബാങ്കറ്റ് പിന്നീട് അവിടെ നടന്നതൊരു ബോൾ ഡാൻസ് ആണ്. ബോൾ ഡാൻസ് എന്ന് പറയുമ്പം കപ്പിൾസ് റൗണ്ടിൽ ഇങ്ങനെ ഡാൻസ് ചെയ്യുന്ന ആ ഒരു പെർഫോമൻസ്. എന്നിട്ട് നമ്മളുടെ ബ്രൈഡും ബ്രൈഡ് ഗ്രൂമും ഒരുമിച്ച് റോസ് ഡാൻസ് ഒക്കെ പെർഫോം ചെയ്തു. ആൻഡ് അതിൻ്റെ ഇടയിലൂടെ നമ്മളുടെ കിങ് എന്ത് ചെയ്തു, ഫ്ലൂട്ട് പ്ലേ ചെയ്തു. ആൻഡ് ഭയങ്കര ബാഡ് ആയിട്ടുള്ള ഒരു വോയിസിലാണ് നമ്മളുടെ കിങ് ആ ഒരു ഫ്ലൂട്ട് പ്ലേ ചെയ്തത്. ആൻഡ് അയാളൊരു കിങ് ആയതുകൊണ്ട് തന്നെ ആരും അത് ബാഡാണെന്നുള്ള ഒപ്പീനിയൻ പറയാൻ വേണ്ടിയിട്ട് ആർക്കും ധൈര്യം ഉണ്ടായിരുന്നില്ല. The last item on the program was a grand display of fireworks to be let off exactly at midnight. The princess had never seen a firework in her life, so the king had given orders that the royal pyrotechnician should be in attendance on the day of her marriage. So ഇവരുടെ ഒരു മാരേജ് സെലിബ്രേഷൻ്റെ ഏറ്റവും ഫൈനൽ പ്രോഗ്രാം എന്ന് പറയുന്നത് ഫയർവർക്സ് ആയിരുന്നു. ആ ഒരു ഫയർവർക്സ് അന്നത്തെ എക്സാക്ട് മിഡ് നൈറ്റ് ടൈമിൽ റിലീസ് ചെയ്യാനായിരുന്നു, അല്ലെങ്കിൽ ഫയർവർക്സ് നടത്താനായിരുന്നു കിങ്ങിൻ്റെ ഓർഡർ. നമ്മളുടെ പ്രിൻസസ് ആണെങ്കിൽ അവൾ ഇതുവരെ അവരുടെ ലൈഫിൽ എന്താണ് ഫയർവർക്ക് എന്നുള്ള ആ ഒരു വിഷ്വൽ ഇതുവരെ കണ്ടിട്ട് തന്നെ ഇല്ല. സോ ഈ ഒരു ഫയർവർക്സ് നടക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് പ്രിൻസസിനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ മാരേജിൻ്റെ അന്ന് ഒരു ഫയർവർക്സ് നടത്തണം എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ കിങ് ആ ഒരു കാസിലിലെ റോയൽ പൈറോടെക്നീഷ്യന് ഓർഡർ കൊടുക്കുകയാണ്. What are the fireworks like? She had been asked the prince one morning as they were walking on the terrace. They are like the aurora borealis, said the king, who always answered questions that were addressed to other people. Only much more natural. I prefer them to stars myself, as you always know when they are going to appear, and they are as delightful as my own flute playing. You must certainly see them. സോ നമ്മളുടെ പ്രിൻസും പ്രിൻസസ്സും ടെറസിൻ്റെ മുകളിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ നമ്മളുടെ പ്രിൻസിനോട് ചോദിക്കുകയാണ്, വാട്ട് ആർ ഫയർവർക്സ് ലൈക്ക്? എങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു ഫയർവർക്സ് ഉണ്ടായിരിക്കുക? കാരണം നമ്മളുടെ പ്രിൻസസ് ഇതിന് മുന്നേ ഫയർവർക്സ് നടക്കുന്നത് കണ്ടിട്ടില്ല. സോ ഈ ഒരു ക്വസ്റ്റ്യൻ പ്രിൻസിനോടാണ് ചോദിക്കുന്നതെങ്കിലും ഇടയിൽ കയറിയിട്ട് നമ്മളുടെ കിങ് ആണ് റിപ്ലൈ കൊടുക്കുന്നത്. കിങ്ങിന് അങ്ങനെ ഒരു ബിഹേവിയർ ഉണ്ട്. എന്താണ്, ആരെങ്കിലും മറ്റാരുടെങ്കിലും അഡ്രസ്സ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനൊക്കെ കിങ് കയറിയിട്ട് ആൻസർ പറയും. അപ്പോൾ നമ്മളുടെ കിങ് കൊടുത്ത റിപ്ലൈ ആണ്, ദേ ആർ ലൈക്ക് ദി ഒറോറ ബൊറേലിസ്. മീൻസ് ഇതെന്താണ്, നോർത്തേൺ ലൈറ്റ്സിൻ്റെ പോലെ, നോർത്തേൺ ലൈറ്റിൻ്റെ പോലെ അത്രയ്ക്കും ഭയങ്കര ബ്രെത്ത് ടേക്കിംഗ് ആയിട്ടുള്ളൊരു വ്യൂ ആണ്, ഒരു സീനാണ് ഈ ഒരു ഫയർവർക്സ് നടക്കുന്നത് കാണാൻ. Only much more natural. I prefer them to stars myself, as you always know when they are going to appear. സോ കിങ്ങിൻ്റെ ഒപ്പീനിയനിൽ എന്താണ്, നോർത്തേൺ ലൈറ്റ്സിനേക്കാളും അഡ്മയർ ചെയ്യാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സീൻ എന്ന് പറയുന്നത് ഫയർവർക്സ് ആണ്. അത് കുറച്ചും കൂടെ നാച്ചുറൽ ആണ്. അതുപോലെ തന്നെ ഞാൻ സ്റ്റാർസിനേക്കാളും ഇഷ്ടപ്പെടുന്നത് ഈ ഒരു ഫയർവർക്സ് കാണാനാണെന്നാണ് നമ്മളുടെ കിങ് പറയുന്നത്. ലൈക്ക് ഫയർവർക്സ് ആണെങ്കിൽ അത് എപ്പോഴാണ് അപ്പിയർ ചെയ്യാൻ പോകുന്നത്, എപ്പോഴാണ് അത് നടക്കുക എന്നൊക്കെ നമുക്ക് ഓൾറെഡി അറിയാൻ പറ്റും. അതുകൊണ്ട് നമുക്കത് ഫുള്ളി എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ് കിങ്ങിൻ്റെ ഒരു ഒപ്പീനിയൻ. ആൻഡ് ദേ ആർ ആസ് ഡിലൈറ്റ്ഫുൾ ആസ് മൈ ഓൺ ഫ്ലൂട്ട് പ്ലേയിങ്. എന്താണ്, കിങ്ങിൻ്റെ മൈൻഡിൽ കിങ് ഭയങ്കര നന്നായിട്ട് ഫ്ലൂട്ട് പ്ലേ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതുപോലെ തന്നെ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു ഫയർവർക്സും എന്നാണ് കിങ് പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രിൻസസിനോട് പറയാണ്, പ്രിൻസസ് തീർച്ചയായിട്ടും ഷുവറായിട്ടും ആ ഒരു ഫയർവർക്സ് നടക്കുന്ന ആ ഒരു കാര്യം കാണണം. So at the end of the king's garden, a great stand had been set up, and as soon as the royal pyrotechnician had put everything in its proper place, the fireworks began to talk to each other. കിങ്ങിനെ ഗാർഡൻ്റെ ഒരു എൻഡിൽ കൊണ്ടിട്ട് ഒരു ഗ്രേറ്റ് സ്റ്റാൻഡ് സെറ്റപ്പ് ചെയ്തു. ആ ഒരു വലിയൊരു സ്റ്റാൻഡിൽ നമ്മുടെ റോയൽ പൈറോടെക്നീഷ്യൻ ടീം വന്നിട്ട് എല്ലാ ക്രാക്കേഴ്സിനെയും പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്തു. അങ്ങനെയൊരു പ്ലേസ് ചെയ്തതിന് ശേഷം തന്നെ പെട്ടെന്ന് ആ ഒരു ഫയർവർക്സ് എല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ തുടങ്ങി. They started to talk to each other. Suddenly a sharp dry cough was heard, and they all looked round. It came from a tall, supercilious looking rocket who was tied to the end of a long stick.
He always coughed before he made any observation so as to attract attention. അങ്ങനെ ഈ ഒരു ഫയർ വർക്ക്സ് എല്ലാവരും കൂടെ സംസാരിക്കുന്നതിനിടയിൽ പെട്ടെന്നൊരു ഷാർപ്പായിട്ടുള്ള ഒരു ഡ്രൈ ആയിട്ടുള്ള കഫിൻ്റെ സൗണ്ട് കേട്ടിട്ട് എല്ലാ ക്രാക്കേഴ്സും എല്ലാ സൈഡിലേക്ക് ഇങ്ങനെ നോക്കുകയാണ്. ആ ഒരു സൗണ്ട് വന്നിട്ടുള്ളത് ഒരു ടോളായിട്ടുള്ള സൂപ്പർസിലിയസ് ആയിട്ടുള്ള ഒരു റോക്കറ്റിൻ്റെ അടുത്ത് നിന്നാണ്. അപ്പോൾ സൂപ്പർസിലിയസ് മീൻസ് ബിഹേവിങ് ടുവാർഡ്സ് അതേഴ്സ് ആസ് ഇഫ് യു ആർ ബെറ്റർ ദാൻ ദേ ആർ. അതായത് ഭയങ്കര നമ്മളാണ് ബാക്കിയുള്ളവരെക്കാളും ബെറ്റർ, അല്ലെങ്കിൽ ആ ഒരു അഹങ്കാരം, ആ ഒരു അരോഗൻ്റ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡിനെയാണ് സൂപ്പർസിലിയസ് എന്ന് പറയുന്നത്. സോ ഒരു ഭയങ്കര അരോഗൻ്റ് ആയിട്ടുള്ള ഒരു റോക്കറ്റിൻ്റെ അടുത്ത് നിന്നാണ് ഈ ഒരു കഫിങ് സൗണ്ട് കേട്ടത്. ആൻഡ് ദാറ്റ് റോക്കറ്റ് വാസ് ടൈഡ് ടു ദി എൻഡ് ഓഫ് എ ലോങ് സ്റ്റിക്ക്. അതൊരു വലിയൊരു സ്റ്റിക്കിൻ്റെ എൻഡിൽ അതിനെ ടൈ ചെയ്ത് വെച്ചിട്ട് ഉള്ള ഒരു സ്റ്റേറ്റിലാണ് നമ്മുടെ റോക്കറ്റ് ഇരിക്കുന്നത്. സോ വലിയൊരു സ്റ്റിക്ക് അതിൻ്റെ ഒരു എൻഡിലാണ് നമ്മുടെ റോക്കറ്റ് ഇരിക്കുന്നത്. And he always coughed before he made any observation so as to attract attention. അപ്പോൾ എന്തെങ്കിലും കാര്യം പറയുമ്പോൾ മറ്റുള്ളവരുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട്, അവരെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ജസ്റ്റ് ഒന്ന് കഫ് ചെയ്യും. എന്നിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് തിരിഞ്ഞു നോക്കുമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ആ ഒരു സൗണ്ട് ഉണ്ടാക്കിയിട്ടാണ് എന്തെങ്കിലും പറയാൻ വേണ്ടി വരിക. അഹം അഹം സെഡ് എ റോക്കറ്റ് ആൻഡ് എവരിബഡി ലിസൺഡ്. സോ എന്ത് ചെയ്തു, നമ്മളുടെ റോക്കറ്റ് വീണ്ടും ഒന്നും കൂടെ കഫ് ചെയ്തു. അപ്പോൾ എല്ലാവരും അതിനെ ലിസൺ ചെയ്തു. ഓർഡർ ഓർഡർ ക്രൈഡ് ഔട്ട് എ ക്രാക്കർ. അപ്പം എല്ലാവരും ലിസൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്രാക്കർ വന്നിട്ട് ഓർഡർ ഓർഡർ എന്ന് പറഞ്ഞു. ആൻഡ് ഹി വാസ് സംതിങ് ഓഫ് എ പൊളിറ്റീഷ്യൻ ആൻഡ് ഹാഡ് ഓൾവേസ് ടേക്കൺ എ പ്രൊമിനൻറ്റ് പാർട്ട് ഇൻ ദി ലോക്കൽ ഇലക്ഷൻസ്. സോ ഹി ന്യൂ ദി പ്രോപ്പർ പാർലമെൻ്ററി എക്സ്പ്രഷൻ ടു യൂസ്. അപ്പം ഈ ഒരു ക്രാക്കർ ഓർഡർ ഓർഡർ എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും ഒന്നും കൂടി സൈലൻ്റ് ആക്കി. അപ്പം ആൾക്കറിയാം എപ്പോഴാണ് ഓരോരുത്തർ ഒരു പാർലമെൻ്ററി എക്സ്പ്രഷൻസ് ഒക്കെ നന്നായിട്ട് അറിയാം, കാരണം അയാളൊരു പ്രൊമിനൻറ്റ് പാർട്ടായിരുന്നു അവരുടെ ലോക്കൽ ഇലക്ഷൻസ്. അപ്പോൾ ക്രാക്കേഴ്സിൻ്റെ ഇടയിലുള്ള ഒരു ലോക്കൽ ഇലക്ഷനിൽ ഒരു പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള ഒരു ആളായിരുന്നു ഈ ഒരു ക്രാക്കർ. അതുകൊണ്ട് തന്നെ ഈ ഒരു റോക്കറ്റിന് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഓർഡർ ഓർഡർ എന്ന് നമ്മുടെ ക്രാക്കർ പറഞ്ഞു. അപ്പം എവിടേക്കാണ് കറക്റ്റ് എക്സ്പ്രഷൻസ് യൂസ് ചെയ്യുന്നത്, പാർലമെൻ്ററി എക്സ്പ്രഷൻസിൻ്റെ പ്രോപ്പർ യൂസേജ് ഒക്കെ അറിയുന്ന ഒരു ക്യാരക്ടറാണ് ഈ ക്രാക്കർ. As soon as there was perfect silence, the rocket coughed a third time and began. അങ്ങനെ അടുത്ത ക്രാക്കറും ഒന്ന് എല്ലാവരോടും സൈലൻ്റ് ആക്കിയതിന് ശേഷം അവിടെ ഭയങ്കര പ്രോപ്പർ സൈലൻസ് വന്നതിന് ശേഷം തേർഡ് ടൈമും കൂടെ നമ്മളുടെ റോക്കറ്റ് ഒന്നും കൂടി കഫ് ചെയ്തു. എന്നിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തു. How fortunate it is for the king's son, he remarked, that he is to be married on the very day on which I am to be let off. Really, if it had been arranged beforehand, it couldn't have turned out better for him. But princes are always lucky. സോ നമ്മൾ പറഞ്ഞു ഈ ഒരു റോക്കറ്റ് ആൾ ഭയങ്കര അരോഗൻ്റാണ്, ഭയങ്കര ഇതിനെ തന്നെ ഇങ്ങനെ ടോപ്പിലിട്ട് സംസാരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ് ഈ ഒരു റോക്കറ്റ്. അപ്പോൾ റോക്കറ്റ് പറയാണ് ഈ ഒരു കിങ്ങിൻ്റെ സൺ, അതായത് ഈ ഒരു പ്രിൻസ് എത്ര ഫോർച്ചുനേറ്റ് ആണ്, ആൾ എത്ര ഭാഗ്യമുള്ള ആളാണ്. കാരണം എന്നെ റിലീസ് ചെയ്യുന്ന അതേ സെയിം ഡേയിലാണ് ഇയാൾ മാരി ചെയ്യുന്നത്. അതുകൊണ്ട് എന്നെ ക്രാക്ക് ചെയ്യുന്ന അതേ ഡേയിൽ തന്നെ ഇയാൾ മാരി ചെയ്യുന്നതുകൊണ്ട് അയാൾ ഭയങ്കര ഫോർച്ചുനേറ്റ് ആണ്. അപ്പോൾ കാര്യങ്ങൾ ഇതുപോലെ ഒന്നും ഓൾറെഡി സെറ്റ് ചെയ്തതെങ്കിൽ അയാളുടെ മാരേജ് അത്ര ഭംഗിയായിട്ട് നടക്കില്ലായിരുന്നു. അല്ലെങ്കിൽ ഈ ഒരു ഫയർ വർക്ക്സ് റോക്കറ്റിന് ഈ ഒരു റോക്കറ്റിൻ്റെ ആ ഒരു ഫയർ വർക്ക്സ് അവിടെ നടക്കുന്നില്ലെങ്കിൽ അയാളുടെ മാരേജ്, ആ ഒരു പ്രിൻസിൻ്റെ മാരേജ് അത്ര ഭംഗിയായിട്ട് നടക്കില്ലായിരുന്നു എന്നാണ് ഈ ഒരു റിമാർക്കബിൾ റോക്കറ്റിൻ്റെ ഒപ്പീനിയൻ. എന്നിട്ട് ഇത് പറയാണ്, ബട്ട് പ്രിൻസസ് ആർ ഓൾവേസ് ലക്കി. ഡിയർ മീ, സെഡ് ദ ലിൽ സ്കിപ്പ്, ഐ തോട്ട് ഇറ്റ് വാസ് ക്വൈറ്റ് ദി അതർ വേ ആൻഡ് ദാറ്റ് വി വർ ടു ബി ലെറ്റ് ഓഫ് ഇൻ ദി പ്രിൻസസ് ഓണർ. അപ്പം നമ്മുടെ റോക്കറ്റിൻ്റെ ഈ ഒരു ഒപ്പീനിയൻ കേട്ടിട്ട്, ഭയങ്കര അരോഗൻസ് കേട്ടിട്ട്, ഒരു സ്ക്യൂബ് എന്ന് പറയുന്ന വേറൊരു ഫയർ വർക്ക്സ് വന്നിട്ട് പറയാണ്. സ്ക്യൂബ് എന്ന് പറയുമ്പോൾ ഒരു സ്മോൾ ഫയർ വർക്കാണ്. അത് എക്സ്പ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ ഒരു ഹിസ്സിങ് സൗണ്ട് ഒക്കെ ഉണ്ടായിട്ടാണ് അത് ബേൺ ചെയ്യുക. സോ ഈ ഒരു സ്ക്യൂബ് വന്നിട്ട് പറഞ്ഞു, റോക്കറ്റിനോട് പറഞ്ഞു, നീ പറയുന്ന പോലെയല്ല കാര്യങ്ങൾ കുറച്ചും കൂടി വേറൊരു രീതിയിലാണ്. കാരണം നമ്മൾ ലെറ്റ് ഓഫ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ റിലീസ് ചെയ്യുന്നത് ഈ ഒരു പ്രിൻസിൻ്റെ ഓണറിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രിൻസിൻ്റെ ഡിഗ്നിറ്റീനെ റെസ്പെക്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മളെ ഫയർ വർക്ക്സ് നടത്തുന്നത്. അല്ലാതെ റോക്കറ്റിനോട് പറയാണ്, റോക്കറ്റ് വലിയ സംഭവമായിട്ടല്ല, ഈ ഒരു പ്രിൻസിൻ്റെ ആ ഒരു വാല്യൂ അല്ലെങ്കിൽ ആ ഒരു റെപ്യൂട്ടേഷൻ വെച്ചിട്ടാണ് നമ്മളെ റിലീസ് ചെയ്യുന്നത്.
It may be so with you, he answered. Indeed, I have no doubt that it is, but with me it is different. I am the remarkable rocket and come of remarkable parents. സോ റോക്കറ്റ് പറയാണ് ഇറ്റ് മേ ബി സോ വിത്ത് യു. നിങ്ങളുടെ കേസിൽ അങ്ങനെ ആയിരിക്കാം. പ്രിൻസിൻ്റെ റെസ്പെക്റ്റിന് വേണ്ടിയിട്ടായിരിക്കും നിങ്ങളെ റിലീസ് ചെയ്യുന്നത്, നിങ്ങളെ വെച്ച് ഫയർ വർക്ക്സ് നടത്തുന്നത്. പക്ഷേ ഇൻഡീഡ് ഐ ഹാവ് നോ ഡൗട്ട് ദാറ്റ് ഇറ്റ് ഈസ്, എന്താണ്, എനിക്ക് ഉറപ്പാണ് നിങ്ങളെ കാര്യത്തിൽ അത് കറക്റ്റ് ആയിരിക്കും. ബട്ട് വിത്ത് മീ ഇറ്റ് ഈസ് ഡിഫറെൻറ്റ്. പക്ഷേ എൻ്റെ കാര്യം അങ്ങനെയല്ല. കാരണം ഞാനൊരു റിമാർക്കബിൾ റോക്കറ്റാണ്. റിമാർക്കബിൾ മീൻസ് ഒരു എക്സെപ്ഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള റോക്കറ്റാണ്. ആൻഡ് കം ഓഫ് റിമാർക്കബിൾ പാരൻസ്, എൻ്റെ പാരൻസും എക്സെപ്ഷണലാണ്, റിമാർക്കബിളാണ്. മൈ മദർ വാസ് ദി മോസ്റ്റ് സെലിബ്രേറ്റഡ് കാത്തറിൻ വീൽ of her day and was renowned for her graceful dancing. When she made her great public appearance, she spun round 19 times before she went out, and each time that she did so, she threw into the air 7 pink stars. ഈ ഒരു റോക്കറ്റ് അതിൻ്റെ ആൻസസ്റ്റേഴ്സിൻ്റെ ആ ഒരു ഗ്രേറ്റ്നെസ്സിനെ പറ്റിയിട്ടൊക്കെ എല്ലാവരുടെ അടുത്തും പറയാൻ തുടങ്ങി. എന്നിട്ട് പറയാണ്, എൻ്റെ മദർ അവരുടെ ടൈമിലെ മദറിൻ്റെ ആ ഒരു ടൈമിലുള്ള ഒരു ഏറ്റവും സെലിബ്രേറ്റഡ് ചെയ്ത ഭയങ്കര പോപ്പുലറായിട്ടുള്ള ഒരു കാത്തറിൻ വീലായിരുന്നു. എൻ്റെ മദർ ഭയങ്കര ഗ്രേസ്ഫുള്ളായിട്ട് ഡാൻസ് ചെയ്തിരുന്നു. ആ ഒരു ഡാൻസിൻ്റെ പേരിൽ ഭയങ്കര റിനൗണ്ട് ആയിട്ടുള്ള ആളായിരുന്നു. ആൻഡ് അത് ഭയങ്കര ഒരു പബ്ലിക് അപ്പിയറൻസ്, അത്രയും ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു പബ്ലിക് അപ്പിയറൻസ് നടത്തിയിരുന്നു. കാരണം ഒരു 19 ടൈംസ് അവരെന്ത് ചെയ്തു, ക്രാക്ക് ചെയ്യുന്നതിന് മുന്നേ 19 ടൈംസ് അവർ സ്പിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്രയും കറങ്ങിയിട്ടാണ് അവർ ക്രാക്ക് ചെയ്തത്. ആൻഡ് ഓരോ തവണയും അവർ കറങ്ങുമ്പം അതിലൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, 7 പിങ്ക് സ്റ്റാർസ് എയറിലേക്ക് ത്രൂ ചെയ്തിട്ടാണ് അവരിങ്ങനെ സ്പിൻ ചെയ്തത്. She was 3 feet and a half in diameter and made of the very best gunpowder. എൻ്റെ മദർ കാത്തറിൻ വീലിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 3.5 ഫീറ്റ് ആയിരുന്നു. അതുപോലെ കിട്ടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഗൺ പൗഡർ വെച്ചിട്ടായിരുന്നു അതിനെ മേക്ക് ചെയ്തിരുന്നത്. ഇനി എൻ്റെ ഫാദറിൻ്റെ കേസ് പറയുകയാണെങ്കിലോ, എൻ്റെ ഫാദറും എൻ്റെ പോലെ ഒരു നല്ലൊരു റോക്കറ്റായിരുന്നു. റോക്കറ്റിൻ്റെ ഫാദർ ഫ്രഞ്ച് ആൻസെസ്ട്രി എന്നുള്ള ഒരാളാണ്. എക്സ്ട്രാക്ഷൻ ഈ ഒരു ചാപ്റ്ററിലെ മീനിങ് ആൻസെസ്ട്രി എന്നതാണ്. സോ എൻ്റെ ഫാദറൊക്കെ എന്താണ്, ഫ്രഞ്ച് ആൻസെസ്ട്രി ഉള്ള ഒരാളാണ്. He flew so high that the people were afraid that he would never come down again. He did, for he was of a kindly disposition, and he made a most brilliant descent in a shower of golden rain. എൻ്റെ ആ ഒരു ഒരു ഫാദർ റോക്കറ്റ് അത് മുകളിലേക്ക് പോയ സമയം നോക്കിയെന്ന് എല്ലാവരും വിചാരിച്ചു. അതിൻ്റെ പോക്ക് കണ്ടിട്ട് ഇനി ഇതെങ്ങാനും താഴേക്ക് വരില്ല എന്ന് പേടിച്ചു. കാരണം അത് അത്രയും ഹൈ ലെവലിലേക്ക് അത് പറന്നുപോയി. ആൻഡ് അതിൻ്റെ എൻ്റെ ഫാദറിൻ്റെ ഒരു ഡിസ്പോസിഷൻ മീൻസ് ക്യാരക്ടർ, ടെമ്പയർമെൻ്റ് ഒക്കെ ഭയങ്കര കൈൻഡ് ആയിട്ടുള്ളൊരു ബിഹേവിയർ, കൈൻഡ് പേഴ്സണാലിറ്റി ഉള്ള ഒരു ആളാണ് എൻ്റെ ഫാദർ. അതുകൊണ്ട് തന്നെ ഫാദർ എന്ത് ചെയ്തു, മെയ്ഡ് എ മോസ്റ്റ് ബ്രില്യൻറ്റ് ഡിസെൻറ്റ് ഇൻ എ ഷവർ ഓഫ് ഗോൾഡൻ റെയിൻ. അപ്പോൾ താഴേക്ക് എന്ത് ചെയ്തു, ഡിസെൻറ്റ് ചെയ്തു. താഴേക്ക് തന്നെ എൻ്റെ ഫാദർ വന്നു. അപ്പോൾ താഴേക്ക് വന്നപ്പോൾ ഭയങ്കര ഒരു ഗോൾഡൻ റെയിൻ ഷവറും കൂടെ നടത്തിയിട്ടാണ്. അപ്പോൾ അത്രയും ഒരു ഭയങ്കര ഒരു സ്പ്ലെൻഡഡ് ആയിട്ടുള്ളൊരു വിഷ്വലാണ് എൻ്റെ ഫാദർ ഉണ്ടാക്കിയതെന്നാണ് റോക്കറ്റ് പറഞ്ഞു വരുന്നത്. ആൻഡ് ദ ന്യൂസ് പേപ്പേഴ്സ് റോട്ട് അബൌട്ട് ഹിസ് പെർഫോമൻസ് ഇൻ വെരി ഫ്ലാറ്ററിങ് ടേംസ്. എന്നിട്ട് അന്നത്തെ ആ ഒരു ന്യൂസ് പേപ്പേഴ്സൊക്കെ ഭയങ്കര ഫ്ലാറ്ററിങ് മീൻസ് ഭയങ്കര പ്ലീസിങ് ആയിട്ടുള്ള വേർഡ്സ് ഉപയോഗിച്ചിട്ടാണ് എൻ്റെ ആ ഒരു ഫാദറിൻ്റെ അന്നത്തെ പെർഫോമൻസിനെ ന്യൂസ് പേപ്പറിലേക്ക് എഴുതിയത്. Indeed, the Court Gazette called him a triumph of pyrotechnic art. കോർട്ട് ഗസറ്റ് ഒരു ന്യൂസ് പേപ്പറിൻ്റെ നെയിമാണ്. ഈ ഒരു കോർട്ട് ഗസറ്റ് ന്യൂസ് പേപ്പറൊക്കെ എൻ്റെ ഫാദറിനെ പറ്റിയിട്ട് എഴുതിയത് എന്താണെന്ന് അറിയോ, എ ട്രയംഫ് ഓഫ് പൈറോടെക്നിക് ആർട്ട്. ട്രയംഫ് എന്ന് പറയുമ്പോൾ ഒരു ഗ്രേറ്റ് അച്ചീവ്മെൻറ്റിനെയാണ് നമ്മൾ ട്രയംഫ് എന്ന് പറയുക. ഹിയർ ഒരു പൈറോടെക്നിക് ആർട്ടിൽ ഏറ്റവും നല്ല മാസ്റ്റർ പീസായിരുന്നു എൻ്റെ ഒരു ഫാദർ എന്നാണ് അന്നത്തെ കോർട്ട് ഗസറ്റ് എന്ന് പറയുന്ന ന്യൂസ് പേപ്പറിലൊക്കെ വന്ന ന്യൂസ്. I was thinking, suppose for instance anything happened to me tonight, what a misfortune that would be for everyone. The prince and princess would never be happy again. Their whole married life would be spoiled. And as for the king, I know he would not get over it. Really, when I began to reflect on the importance of my position, I am almost moved to tears.
സോ റോക്കറ്റ് പറയാണ്, ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു, സപ്പോസ് ഇന്നത്തെ ഒരു നൈറ്റിൽ എനിക്ക് എന്തെങ്കിലും മിസ്ഫോർച്യൂൺ സംഭവിക്കുകയാണെങ്കിൽ, എന്തെങ്കിലും കാരണം കൊണ്ട് എനിക്കിന്ന് പെർഫോം ചെയ്യാൻ പറ്റാതെ വരികയാണെങ്കിൽ, നമ്മളുടെ പ്രിൻസിൻ്റെയും പ്രിൻസസിൻ്റെയും ലൈഫ് അവർക്ക് എത്ര മിസ്ഫോർച്യൂൺ ആയിരിക്കും അത്. കാരണം അവരുടെ ലൈഫ് ഒരിക്കലും ഹാപ്പി ആവില്ല. കാരണം ഞാൻ പെർഫോം ചെയ്യാത്ത ഒരു നൈറ്റ് എന്ന് പറയുമ്പം അവർക്കും അതൊരിക്കലും ഹാപ്പി ആയിരിക്കില്ല. അവരുടെ മാരേജ് ലൈഫ് തന്നെ ഭയങ്കര സ്പോയിലായി പോകും. അതുപോലെ തന്നെ കിങ് ആണെങ്കിൽ കിങ്ങിന് ആ ഒരു ഡിസപ്പോയിൻമെൻറ്റിൽ നിന്ന് ഒരിക്കലും റിക്കവർ ചെയ്യാൻ പറ്റില്ല, ഗെറ്റ് ഓവർ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെയാണ് റോക്കറ്റ് പറയുന്നത്. ആൻഡ് റിയലി വെൻ ഐ ബിഗാൻ ടു റിഫ്ലക്റ്റ് ഓൺ ദി ഇമ്പോർട്ടൻസ് ഓഫ് മൈ പൊസിഷൻ ഐ എം ഓൾമോസ്റ്റ് മൂവ് ടു ടീയേഴ്സ്. എനിക്ക് എന്നെ തന്നെ പറ്റി പറയുമ്പം എൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളമാണെന്ന് ഞാൻ തന്നെ റിഫ്ലക്റ്റ് ചെയ്ത് പറയുമ്പം നിങ്ങൾക്കറിയാം, എനിക്ക് ഐ എം ഓൾമോസ്റ്റ് മൂവ് ടു ടീയേഴ്സ്. എനിക്ക് പറയുമ്പോൾ തന്നെ എനിക്ക് കരയാൻ വരുന്നുണ്ട്. ഇറ്റ് ഓൾമോസ്റ്റ് ലൈക്ക് ഷെഡിങ് ടീയേഴ്സ്. If you want to give pleasure to others, cried the Roman candle, you had better keep yourself dry. നെക്സ്റ്റ് ഒരു ക്യാരക്ടർ വരികയാണ് റോമൻ ക്യാൻഡിൽ. വേറൊരു ഫയർ വർക്കാണ്. റോമൻ ക്യാൻഡിൽ എന്ന് പറയുന്ന ഫയർ വർക്ക് വന്നിട്ട് പറഞ്ഞു, നിനക്ക് ഇന്നത്തെ നൈറ്റിൽ എല്ലാവർക്കും പ്ലഷർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നന്നായിട്ട് പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ, യു ഹാഡ് ബെറ്റർ കീപ്പ് യുവർ സെൽഫ് ഡ്രൈ. നീ എന്ത് ചെയ്യണം, നന്നായിട്ട് ഡ്രൈ ചെയ്ത് നിൽക്കണം, അല്ലെങ്കിൽ ഡ്രൈ ആയിട്ട് തന്നെ നിൽക്കണം. ഇങ്ങനെ കരഞ്ഞിട്ട് വെറ്റായാൽ നിന്നെ പെർഫോം ചെയ്യാൻ നിന്നെക്കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് യു ഹാഡ് ബെറ്റർ കീപ്പ് യുവർ സെൽഫ് ഡ്രൈ. സെർട്ടൈൻലി എക്സ്ക്ലൈംഡ് ദി ബംഗാൾ ലൈറ്റ്. ആൻഡ് അടുത്തൊരു ക്യാരക്ടർ വരികയാണ് ബംഗാൾ ലൈറ്റ് എന്ന് പറയുന്ന ക്രാക്കർ. ബംഗാൾ ലൈറ്റ് വന്നിട്ട് പറഞ്ഞു, റോമൻ ക്യാൻഡിൽ പറഞ്ഞത് സെർട്ടൈൻലി കറക്റ്റാണ്, നീ എന്ത് ചെയ്യണം, നീ ഇങ്ങനെ ഡ്രൈ ആയി തന്നെ നിൽക്കണം. ഇറ്റ്സ് എ മോസ്റ്റ് ജോയ്ഫുൾ ഒക്കേഷൻ എക്സ്ക്ലൈംഡ് എ സ്മോൾ ഫയർ ബലൂൺ. പിന്നീട് അടുത്ത ക്യാരക്ടർ വരികയാണ് സ്മോൾ ഫയർ ബലൂൺ. ഈ ഒരു ഫയർ ബലൂൺ വന്നിട്ട് പറഞ്ഞു, ഇതൊരു നല്ല ജോയ്ഫുൾ ആയിട്ടുള്ള ഒരു ഒക്കേഷനാണ്, അതുകൊണ്ട് യു ഡോണ്ട് ഹാവ് ടു ഷെഡ് യുവർ ടീയേഴ്സ് ഓൺ ദിസ് ഡേ. വാട്ട് എ ട്രിവിയൽ വ്യൂ ഓഫ് ലൈഫ്, said the rocket. But it's only what I expected. There is nothing in you. You are hollow and empty. ഇപ്പം ഈ ഒരു റോമൻ ക്യാൻഡിലും ബംഗാൾ ലൈറ്റും ഫയർ ബലൂണൊക്കെ വന്നിട്ട് കരയേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞപ്പം റോക്കറ്റ് പറയാണ്, വാട്ട് എ ട്രിവിയൽ വ്യൂ ഓഫ് ലൈഫ്. ട്രിവിയൽ മീൻസ് നാരോ മൈൻഡഡ്. നിങ്ങൾക്കൊക്കെ ലൈഫിനെ പറ്റിയിട്ട് എത്ര നാരോ മൈൻഡഡ് ആണ് നിങ്ങൾ. ഞാൻ ഇതൊക്കെ തന്നെയാണ് എക്സ്പെക്റ്റ് ചെയ്തത്. കാരണം നിങ്ങളുടെ ഉള്ളിൽ ഒന്നുമില്ല. കാരണം നിങ്ങൾ ഭയങ്കര ഹോളോ ആണ്, എംപ്റ്റി ആണ്. നിങ്ങളുടെ ഉള്ളിൽ ഒന്നുമില്ല. കാരണം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മൈൻഡ് എപ്പോഴും നാരോ മൈൻഡഡ് ആയിരിക്കും. നിങ്ങൾക്ക് ലൈഫിനെ പറ്റിയിട്ട് ഇത്ര ചെറിയ പെർസ്പെക്റ്റീവൊക്കെ ഉണ്ടാവുകയുള്ളൂ എന്ന് ഞാൻ ഓൾറെഡി എക്സ്പെക്റ്റ് ചെയ്തതാണ്. അപ്പോൾ വീണ്ടും ഈ ഒരു റോക്കറ്റ് വീണ്ടും കൂടുതൽ അരോഗൻ്റ് ആയിട്ട് ഇവരോടൊക്കെ പറയാണ്. യു ഹാഡ് റിയലി എ ബെറ്റർ കീപ്പ് യുവർ സെൽഫ് ഡ്രൈ, സെഡ് ദ ഫയർ ബലൂൺ. ദാറ്റ് ഈസ് എ ഇമ്പോർട്ടൻറ്റ് തിങ്. അപ്പം ഇതിൻ്റെ അരോഗൻസ് കേട്ടിട്ട് വീണ്ടും ഫയർ ബലൂൺ വന്നിട്ട് പറഞ്ഞു, നീ എന്ത് ചെയ്യണം, നീ തന്നെ ഡ്രൈ ആയിട്ട് കീപ്പ് ചെയ്യും, അല്ലാതെ ഇങ്ങനെ കരയല്ലേ, കരഞ്ഞാൽ പിന്നെ ഒന്നിനും പറ്റില്ല. അതുകൊണ്ട് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. അതുകൊണ്ട് യു ഷുഡ് കീപ്പ് യുവർ സെൽഫ് ഡ്രൈ. അതാണ് ഫയർ ബലൂൺ വന്നിട്ട് പറഞ്ഞത്. ആൻഡ് നമ്മുടെ റോക്കറ്റ് പറയാണ്, വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ യു, ഐ ഹാവ് നോ ഡൗട്ട്, ആൻസർ ദ റോക്കറ്റ്. അപ്പോൾ ഇതിന് തൊട്ട് മുന്നേ റോക്കറ്റ് ഇവരെ ഹോളോ ആണ്, എംപ്റ്റി എന്നൊക്കെ പറഞ്ഞ് അവരെ മോക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയാണ്, നിങ്ങളുടെ കാര്യത്തിൽ, നിങ്ങളുടെ കേസിൽ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഡ്രൈ ആയിരിക്കുക എന്നുള്ളത്, അതിലൊരു ഡൗട്ടും ഇല്ല. ബട്ട് ഐ ഷാൽ വീപ്പ് ഇഫ് ഐ ചൂസ്. പക്ഷേ എനിക്ക് കരയണമെന്നുണ്ടെങ്കിൽ, എനിക്ക് ടീയേഴ്സ് ഷെഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ കരയുകയെ ചെയ്യും, ഞാൻ വീപ്പ് തന്നെ ചെയ്യും. ആൻഡ് ഹി ആക്ച്വലി ബേഴ്സ് ഇൻ ടു റിയൽ ടീയേഴ്സ്. അതും പറഞ്ഞിട്ട് റോക്കറ്റ് ശരിക്കും കരയാൻ തുടങ്ങി. വിച്ച് ഫ്ലോ ഡൗൺ ഹിസ് സ്റ്റിക്ക് ലൈക്ക് റെയിൻ ഡ്രോപ്സ്. അപ്പം ഈ ഒരു വലിയൊരു ലോങ് സ്റ്റിക്കിൻ്റെ എൻഡിലാണ് ഇതിനെ റോക്കറ്റിനെ ടൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് മുകളിൽ നിന്ന് കരഞ്ഞപ്പോൾ താഴേക്ക് ആ ഒരു സ്റ്റിക്കിലൂടെ മുഴുവൻ റെയിൻ ഡ്രോപ്പ് പോലെ ഇങ്ങനെ ആ ഒരു ടീയേഴ്സ് ഫ്ലോ ചെയ്തു. Then the moon rose like a wonderful silver shield, and the stars began to shine, and the sound of music came from the palace. അങ്ങനെ ആ ഒരു മിഡ് നൈറ്റ് ടൈം ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ടൈമിൽ മൂണ് ഭയങ്കര സിൽവർ ഷീൽഡ് പോലെ അത് നല്ല ഭയങ്കര വണ്ടർഫുൾ രീതിയിൽ തന്നെ അത് റൈസ് ചെയ്ത് വന്നു. പിന്നീട് അവിടെ നല്ല സ്റ്റാർസൊക്കെ നന്നായിട്ട് ഷൈൻ ചെയ്യുന്നുണ്ട്. ആൻഡ് ദ സൗണ്ട് ഓഫ് മ്യൂസിക് കെയിം ഫ്രം ദി പാലസ്. അങ്ങനെ പാലസിൽ നിന്നിപ്പോൾ നല്ല മ്യൂസിക്കിൻ്റെ സൗണ്ടൊക്കെ വരുന്നുണ്ട്. ദ പ്രിൻസ് ആൻഡ് പ്രിൻസസ് were leading the dance. They danced so beautifully that the tall white lilies peeped in at the window and watched them. And the great red poppies nodded their heads in appreciation. So
പ്രിൻസും പ്രിൻസസും നന്നായിട്ട് ബ്യൂട്ടിഫുള്ളായിട്ട് ഡാൻസ് പെർഫോം ചെയ്യുന്നുണ്ട്. അവരുടെ ആ ഒരു ഡാൻസ് കാണാൻ വേണ്ടിയിട്ട് വിൻഡോയിലൂടെ ടോൾ വൈറ്റ് ലില്ലീസൊക്കെ പീപ്പ് ചെയ്ത് നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല നല്ല റെഡ് പോപ്പീസും അവരുടെ ഹെഡൊക്കെ നോഡ് ചെയ്തിട്ട് ഇവരെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. Then 10 o'clock struck, and then 11, and then 12, and at the last stroke of midnight, everyone came out on the terrace, and the king sent for royal pyrotechnician. So clockil time 10 അടിച്ചു, 11 അടിച്ചു, അങ്ങനെ 12 ആയി. 12 at the last stroke of midnight means ആ ഒരു എക്സാക്റ്റ് ഒരു ന്യൂ ഡേ ബിഗിൻ ചെയ്യുന്ന ആ ഒരു കറക്റ്റ് 12 AM ആ ഒരു ടൈം ആയപ്പം എല്ലാവരും ടെറസിൻ്റെ മുകളിലേക്ക് വന്നു. എന്നിട്ട് കിങ് റോയൽ പൈറോടെക്നീഷ്യനെ ഈ ഒരു ഫയർ വർക്ക്സ് ബിഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചു, ഓർഡർ കൊടുത്തു. Let the fireworks begin, said the king, and the royal pyrotechnician made a low bow and marched down to the end of the garden. He had 6 attendants with him, each of whom carried a lighted torch at the end of a long pole. അപ്പം കിങ് ഈ ഒരു പൈറോടെക്നീഷ്യൻ ടീമിനെ ഫയർ വർക്ക്സ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചു. എന്നിട്ട് കിങ് ഓർഡർ കൊടുത്തു, ലെറ്റ് ദ ഫയർ വർക്ക്സ് ബിഗിൻ, ഫയർ വർക്ക്സ് സ്റ്റാർട്ട് ചെയ്യട്ടെ. അപ്പോൾ അത് കേട്ടപ്പം ഈ ഒരു പൈറോടെക്നീഷ്യൻ ടീം എന്ത് ചെയ്തു, അവർ ഒന്ന് കിങ്ങിനെ റെസ്പെക്റ്റ് ചെയ്തിട്ട് അവരൊന്ന് ബോ ചെയ്തിട്ട് മാർച്ച് ചെയ്ത് പോയി. എന്നിട്ട് അവർ ഗാർഡൻ്റെ എൻഡിലേക്ക് എത്തി. അവിടെയാണല്ലോ നമ്മുടെ ഫയർ വർക്കിൻ്റെ സ്റ്റാൻഡൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അങ്ങനെ ആ ഒരു റോയൽ പൈറോടെക്നീഷ്യൻ്റെ കൂടെ ഒരു 6 അറ്റൻഡൻസും അയാളുടെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടെ ഈച്ച് ഓഫ് ദം ക്യാരിഡ് എ ലൈറ്റഡ് ടോർച്ച് അറ്റ് ദി എൻഡ് ഓഫ് എ ലോങ് പോൾ. അതിൽ ഓരോ ആളുടെ കയ്യിലും ഒരു ലോങ് പോൾ ഉണ്ടായിരുന്നു. അതിൻ്റെ എൻഡിൽ അവർ ഓരോ ടോർച്ചിനെ, ഒരു ലൈറ്റഡ് ടോർച്ചിനെ അതിലും കൂടെ ക്യാരി ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് സെർട്ടൻലി എ മാഗ്നിഫിസൻറ്റ് ഡിസ്പ്ലേ. ഭയങ്കര മാജസ്റ്റിക് ആയിട്ടുള്ള ഒരു സ്പ്ലെൻഡിഡ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ്, ഫയർ വർക്ക് ഡിസ്പ്ലേ ആണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. വീസ് വീസ് വെൻ ദ കാതറിൻ വീൽസ് ആസ് ഷീ സ്പൺ റൗണ്ട് ആൻഡ് റൗണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റായിട്ട് ക്രാക്ക് ചെയ്യാൻ പോകുന്നത് കാതറിൻ വീലിനെയാണ്. കാതറിൻ വീൽ വിസ് എന്നുള്ള സൗണ്ടിൽ അതിങ്ങനെ ഒരുപാട് റൗണ്ടിൽ ഇങ്ങനെ സ്പൺ ചെയ്തു. നെക്സ്റ്റ് ഭൂം ഭൂം വെൻറ്റ് ദി റോമൻ ക്യാൻഡിൽ. നെക്സ്റ്റ് പോയത് റോമൻ ക്യാൻഡിലാണ്. റോമൻ ക്യാൻഡിൽ ഭൂം ഭൂം എന്ന സൗണ്ടിൽ അതും മുകളിലോട്ട് പോയി. ദെൻ ദി സ്ക്വിബ്സ് ഡാൻസ്ഡ് ഓൾ ഓവർ ദ പ്ലേസ്. അടുത്ത ക്രാക്കർ സ്ക്വിബായിരുന്നു. അതും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഡാൻസ് ചെയ്തിട്ട് അതും ക്രാക്ക് ചെയ്തു. And the Bengal lights made everything look scarlet. Goodbye, cried the fire balloon as he soared away, dropping tiny blue sparks. നെക്സ്റ്റ് പോയത് ബംഗാൾ ലൈറ്റ്സ് ആണ്. ബംഗാൾ ലൈറ്റ്സ് അത് ക്രാക്ക് ചെയ്തപ്പോൾ ഭയങ്കര എല്ലാത്തിനും അത് സ്കാർലെറ്റ് പോലെ, സ്കാർലെറ്റ് മീൻസ് ഭയങ്കര റേഡിയൻ്റ് അല്ല, ബ്രൈറ്റ് റെഡ് കളേർഡ് ആക്കിയിട്ട് അത് മാറ്റി. നെക്സ്റ്റ് ഗുഡ് ബൈ ദ ഫയർ ബലൂൺ ക്രൈഡ്. അപ്പം ഫയർ ബലൂണ് ആകെ മുകളിലേക്ക് സോർ ചെയ്ത് പോയി, ഭയങ്കര റൈസ് ചെയ്ത് പോയി. അപ്പോൾ അത് പോയപ്പോൾ ബ്ലൂ സ്പാർക്സിനെ ഡ്രോപ്പ് ചെയ്തിട്ടാണ് അത് പോയത്. അപ്പോൾ അത് ഗുഡ് ബൈ ഒക്കെ പറഞ്ഞിട്ടാണ് നമ്മളുടെ ഫയർ ബലൂൺസ് മുകളിലോട്ട് പോകുന്നത്. ബാങ് ബാങ് ആൻസർ ദ ക്രാക്കേഴ്സ് ഹു വർ എൻജോയിങ് ദംസെൽസ് ഇമ്മൻസ്ലി. നെക്സ്റ്റ് ക്രാക്കേഴ്സ് ആണ് വരുന്നത്. ക്രാക്കേഴ്സ് ബാങ് എന്നൊരു സൗണ്ടിൽ അതെന്ത് ചെയ്തു, ഭയങ്കര എൻജോയ് ചെയ്തിട്ട് അതും ക്രാക്ക് ചെയ്തു. Everyone was a great success except the remarkable rocket. ഈ ഒരു നമ്മുടെ അരോഗൻ്റ് ആയിട്ടുള്ള ഒരു റോക്കറ്റ് ഒഴികെ ബാക്കി എല്ലാ ക്രാക്കേഴ്സും സക്സസ്ഫുള്ളി അത് വർക്ക് ചെയ്തു. He was so damn with crying that he couldn't go off at all. അപ്പോൾ അത് ആകെ കരഞ്ഞ് ഡാമ്പായിട്ട് ആകെ വെറ്റിയായിട്ട് അതിനെന്ത് ചെയ്യാൻ പറ്റില്ല, പെർഫോം ചെയ്യാൻ പറ്റില്ല. The best thing in him was the gunpowder, and that was so wet with tears that it was of no use. ഈ ഒരു റോക്കറ്റിൻ്റെ ആകെ ഉണ്ടായിരുന്നത് എന്ന് പറയുമ്പം അത് ഭയങ്കര ഗ്രേറ്റ് അല്ലെങ്കിൽ പവർഫുൾ ആയിട്ടുള്ള നല്ല ഗൺ പൗഡർ ഉണ്ടായിരുന്നു അതിൽ. പക്ഷേ ഇതാകെ കരിഞ്ഞ് വീപ്പ് ചെയ്തിട്ട് അതിൽ ഫുള്ള് ഗൺ പൗഡറൊക്കെ വെറ്റായിട്ടുണ്ട്. ഇപ്പോൾ അതുകൊണ്ടൊരു യൂസും. All his poor relations, to whom he would never speak except with a sneer, shot up into the sky like wonderful golden flowers with blossoms of fire. സോ ഈ ഒരു റോക്കറ്റിൻ്റെ ബാക്കി കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും ഭയങ്കര നന്നായിട്ട് പെർഫോം ചെയ്തു, അവരൊക്കെ ക്രാക്ക് ചെയ്തു പോയി. പക്ഷേ ഈ ഒരു റോക്കറ്റ് മാത്രം അവിടെ എക്സെപ്റ്റ് ആയിട്ട് അത് മാത്രം അവിടെ നിന്നു. അപ്പം ഇതിന് കൂടെ ഉണ്ടായിരുന്ന ആളുകൾ എന്ന് പറയുമ്പം ഈ റോക്കറ്റ് എപ്പോഴും മര്യാദയ്ക്ക് അവരോടൊന്നും സ്പീക്ക് ചെയ്യില്ല, പക്ഷെ ആകെ എപ്പോഴും അവരെ സ്നീർ ചെയ്തു, മോക്ക് ചെയ്യാണ് ആകെ ചെയ്തിരുന്നത്.
ആൻഡ് അവരൊക്കെ എന്താണ് ഈ ഒരു റോക്കറ്റ് കളിയാക്കിയിരുന്ന ബാക്കി ക്രാക്കേഴ്സ് എല്ലാം ആ ഒരു സ്കൈയിൽ ഭയങ്കര വണ്ടർഫുൾ ഗോൾഡൻ ഫ്ലവേഴ്സും ഇതൊക്കെ നല്ല ഫയർ വർക്ക്സ് ഒക്കെ നടത്തിയിട്ടാണ് അത് പോയത്. പക്ഷേ ഈ ഒരു റിമാർക്കബിൾ റോക്കറ്റ് മാത്രം ഇപ്പോൾ ഇവിടെ ബാക്കിയായി. Huzzah, huzzah, cried the court, and the princess laughed with pleasure. I suppose they are reserving me for some grand occasion, said the rocket. No doubt that is what it means, and he looked more supercilious than ever. So, ഫയർ വർക്ക്സ് ഒക്കെ നടക്കുന്നത് കണ്ട് ഭയങ്കര എൻജോയ് ചെയ്തു ഈ ഒരു പാലസിലുള്ള എല്ലാവരും. അങ്ങനെ പ്രിൻസസിന് ഭയങ്കര ഹാപ്പിയായി. ആൻഡ് അപ്പോഴും ഈ ഒരു റിമാർക്കബിൾ റോക്കറ്റ് വിചാരിക്കുന്നത് എന്താണ്, എന്നെ എന്താണ് ഇനി ഒരു സ്പെഷ്യൽ ഒക്കേഷന് കത്തിക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ആ ഒരു ടൈമിൽ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ റിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചും കൂടെ സ്പെഷ്യലാണ്. അങ്ങനെയാണിത് ഈ ഒരു റോക്കറ്റ് ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ കൂടുതൽ ഇതെന്തായി ആരോഗ്യൻ്റായി എല്ലാവരെയും ഇന്ന് ക്രാക്ക് ചെയ്തു. പക്ഷെ എന്നെ കുറച്ചും കൂടി സ്പെഷ്യലായിട്ടുള്ളൊരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്, ഒരു ഗ്രാൻഡ് ഒക്കേഷന് വേണ്ടിയിട്ട് റിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്നാണ് ഈ ഒരു റോക്കറ്റിൻ്റെ ആ ഒരു വിചാരം. അതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ എന്തായി സൂപ്പർ സീരിയസ് ആയി, കൂടുതൽ അരോഗ്യൻ്റായിട്ട് അതിനെ ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറി. The next day, the workmen came to put everything tidy. This is evidently a deputation, said the rocket. I will receive them with becoming dignity. So he put his nose in the air and began to frown severely as if he were thinking about some very important subject. സോ ഈ ഒരു ഫയർ വർക്ക്സ് നടന്ന സ്ഥലം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് ഡേ അവിടുത്തെ വർക്ക്മെൻ ക്ലീൻ ചെയ്യാനുള്ള ആളുകളൊക്കെ ആ ഒരു പ്ലേസിലേക്ക് വന്നു. ആ ഒരു ടൈമിൽ ഈ ഒരു റോക്കറ്റ് ഇവരെ കാണുമ്പം അത് വിചാരിക്കുന്നത് എന്താണ്, ദിസ് ഈസ് എവിഡൻലി എ ഡെപ്യൂട്ടേഷൻ. ഇത് എന്താണ് ഷുവറായിട്ടും ഡെപ്യൂട്ടേഷൻ ആയിരിക്കും. ഡെപ്യൂട്ടേഷൻ മീൻസ് ഇപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്പീക്ക് ചെയ്യാനോ ആക്ട് ചെയ്യാനൊക്കെ വരുന്ന ഒരു സ്മോൾ ഗ്രൂപ്പ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സിനെയാണ് ഡെപ്യൂട്ടേഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പം ഈ ഒരു റോക്കറ്റിനെ ഒരു സ്പെഷ്യൽ ഒക്കേഷനിലേക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വരുന്ന ഡെപ്യൂട്ടേഷൻ ആയിരിക്കാം ഇത് എന്നാണ് നമ്മുടെ റോക്കറ്റ് വിചാരിക്കുന്നത്. ഐ വിൽ റിസീവ് ദം വിത്ത് ബിക്കമിങ് ഡിഗ്നിറ്റി. അങ്ങനെയാണെങ്കിൽ എന്താണ് എനിക്ക് അവരെന്നെ ഭയങ്കര റെസ്പെക്റ്റോട് കൂടി കൊണ്ടുപോകുന്നൊക്കെയാണ് റോക്കറ്റ് വിചാരിക്കുന്നത്. സോ ഹി പുട്ട് ഹിസ് നോസ് ഇൻ ദ എയർ. പുട്ടിങ് നോസ് ഇൻ ദ എയർ മീൻസ് ഭയങ്കര കൂടുതൽ ആരോഗ്യൻസിനെ ചെയ്യുക, അല്ലെങ്കിൽ ഭയങ്കര സുപ്പീരിയോറിറ്റിയിൽ ഇങ്ങനെ നിൽക്കുന്നതിനാണ് നമ്മൾ പുട്ടിങ് നോസ് ഇൻ ദ എയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു റോക്കറ്റ് കുറച്ച് ആറ്റിറ്റ്യൂഡ് ഇട്ടിങ്ങനെ നിന്നു. ആൻഡ് ബിഗാൻ ടു ഫ്രോൺ സിവിയർലി ആസ് ഇഫ് ഹി വർ തിങ്കിങ് അബൌട്ട് സം വെരി ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റ്. അപ്പോൾ അത് വേറെ എന്തോ കാര്യത്തിൽ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇരിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡിൽ ഇങ്ങനെ റോക്കറ്റ് ഇങ്ങനെ നിന്നു, എന്തായാലും എന്നെ കൊണ്ടുപോകുമല്ലോ എന്നുള്ള ഒരു ആ കാര്യം വിചാരിച്ചിട്ട്. ബട്ട് ദേ ലുക്ക് നോ നോട്ടീസ് ഓഫ് ഹിം അറ്റ് ഓൾ ടിൽ ദേ വർ ജസ്റ്റ് ഗോയിങ് അവേ. പക്ഷേ അവരെന്ത് ചെയ്തില്ല, ക്ലീൻ ചെയ്യാവുന്ന ആളുകൾ ഇതിനെ നോട്ടീസ് ചെയ്യുക പോലും ചെയ്തില്ല. അങ്ങനെ അവർ പോവാൻ നിൽക്കുമ്പോൾ വൺ ഓഫ് ദം കോട്ട് സൈറ്റ് ഓഫ് ഹിം. ക്ലീൻ ചെയ്യാൻ വന്നതിൽ ഒരാൾ എന്ത് ചെയ്തു, നമ്മളുടെ റിമാർക്കബിൾ റോക്കറ്റിനെ നോട്ടീസ് ചെയ്തു. ഹലോ ഹി ക്രൈഡ്. നമ്മുടെ റോക്കറ്റ് എന്ത് ചെയ്തു, അതിനെ നോക്കാൻ വേണ്ടിയിട്ട് ഹലോ എന്നൊക്കെ ക്രൈ ചെയ്തു. വാട്ട് എ ബാഡ് റോക്കറ്റ് ആൻഡ് ഹി ത്രൂ ഹിം ഓവർ ദ വാൾ ഇൻ ടു ദ ഡിച്ച്. അപ്പോൾ ഇതിനെ നോക്കിയിട്ട് ആ ഒരു ക്ലീൻ ചെയ്യാൻ വന്ന ആൾ പറഞ്ഞു, വാട്ട് എ ബാഡ് റോക്കറ്റ്, എന്തൊരു ബാഡ് റോക്കറ്റാണ്, ഇതിനെ കൊണ്ടൊരു യൂസും ഇല്ല. അതും പറഞ്ഞിട്ട് അയാൾ എന്ത് ചെയ്തു, വാളിനപ്പുറത്തുള്ള ഒരു ഡിച്ച് എന്ന് പറയുമ്പം ഒരു നാരോ ട്രെഞ്ചിലേക്ക് നമ്മൾ വേസ്റ്റ് ഇടുന്ന അവിടേക്ക് എന്ത് ചെയ്തു, ഈ ഒരു റോക്കറ്റിനെ അയാൾ എറിഞ്ഞു. ബാഡ് റോക്കറ്റ് he said as he whirled through the air. Impossible, grand rocket, that is what the man said. ബാഡ് റോക്കറ്റോ, അയാൾ എന്താണ് എന്നെ ബാഡ് റോക്കറ്റ് എന്നാണ് വിളിച്ചതെന്ന് നമ്മളുടെ റോക്കറ്റ് എന്ത് ചെയ്തു, അതിങ്ങനെ അതിനാകെ ഷോക്കായി. എന്നിട്ട് പറയാണ്, റോക്കറ്റ് ജസ്റ്റ് എയറിലൂടെ ഇങ്ങനെ സ്പൺ ചെയ്തിട്ട്, വേൾഡ് മീൻസ് അങ്ങനെ ഒന്ന് കറങ്ങിയിട്ട് എന്ത് ചെയ്തു, ഇത് പറയാണ്, ഇമ്പോസിബിൾ, ഗ്രാൻഡ് റോക്കറ്റ്, ദാറ്റ് ഈസ് വാട്ട് എ മാൻ സെഡ്. അയാൾ എന്നെ ബാഡ് റോക്കറ്റ് എന്ന് വിളിക്കാൻ ചാൻസ് ഇല്ല, അയാൾ എന്തായാലും എന്നെ ഗ്രാൻഡ് റോക്കറ്റ് എന്നായിരിക്കും വിളിച്ചിട്ടുണ്ടാവുക. ബാഡ് ആൻഡ് ഗ്രാൻഡ് sound very much the same. Indeed, they often are the same. Then he fell into the mud. അയാൾ ഗ്രാൻഡ് റോക്കറ്റ് എന്നായിരിക്കും വിളിച്ചിട്ടുണ്ടാവുക, കാരണം ബാഡും ഗ്രാൻഡും സൗണ്ടിൽ സിമിലറാണ്. ബാഡിൻ്റെയും ഗ്രാൻഡിൻ്റെയും പ്രൊനൗൺസിയേഷൻ
സിമിലറാണ്. ചില സമയം നമുക്ക് കേൾക്കുമ്പോൾ അത് സെയിം സൗണ്ടിലാണ് നമുക്കത് കേൾക്കാം. ദെൻ ഹീ ഫെൽ ഇൻ ടു ദി മഡ്. എന്നിട്ട് അതെന്ത് ചെയ്തു? മഡിലേക്ക് വീണു. He sank a little deeper still into the mud and began to think about the loneliness of a genius when suddenly two little boys in white smocks came running down the bank with a kettle and some sticks. എന്നിട്ട് നമ്മൾ റോക്കറ്റ് കുറച്ചും കൂടെ ഡീപ്പറായിട്ട് ആ മഡിലേക്ക് ഇങ്ങനെ താഴ്ന്നു പോയി, അങ്ങനെ മുങ്ങി. എന്നിട്ട് റോക്കറ്റ് അതിൻ്റെ ലോൺലിനെസ്സിനെ പറ്റി തിങ്ക് ചെയ്തു. ആ ഒരു ടൈമിലാണ് രണ്ട് ബോയ്സ് സ്മോക്സ് വിയർ ചെയ്തിട്ടുള്ള, സ്മോക്സ് മീൻസ് ഭയങ്കര ലൂസായിട്ടുള്ള ലോങ് ഷർട്ട്സ് വിയർ ചെയ്തിട്ടുള്ള രണ്ട് ചെറിയ ബോയ്സ് ഇങ്ങനെ അതുവഴി ഓടി വരുന്നത്. ആൻഡ് അവരുടെ കയ്യിൽ എന്തുണ്ട്? ഒരു കെറ്റിലും കുറച്ച് സ്റ്റിക്സും ഉണ്ട്. "This must be the deputation," said the rocket, and he tried to look very dignified. സോ ആ ബോയ്സിനെ കണ്ടപ്പോൾ നമ്മളുടെ റോക്കറ്റ് വിചാരിച്ചു ഇതായിരിക്കും എന്തായാലും ഡെപ്യൂട്ടേഷൻ, എന്നെ കൊണ്ടുപോകാനുള്ള ഒരു റെപ്രസെൻറ്റേറ്റീവ്സ് ഇവരായിരിക്കും. അതുകൊണ്ട് നേരത്തെയുള്ള ആളുകളെടുത്ത് കുറച്ച് ആറ്റിറ്റ്യൂഡ് ഇട്ട് നിന്നപ്പോൾ അവർ മൈൻഡ് ചെയ്തില്ല. അപ്പം ഇത്തവണ നമ്മളുടെ റോക്കറ്റ് കുറച്ച് ഡിഗ്നിഫൈഡ് ആയിട്ട് റെസ്പെക്റ്റ്ഫുൾ ആയിട്ടാണ് നിൽക്കുന്നത്. "Hello," cried one of the boys. "Look at this old stick. I wonder how it came here." And he picked the rocket out of the ditch. സോ ആ ഒരു ഡിച്ചിൽ നിന്ന് അതിലൊരു ബോയ് എന്ത് ചെയ്തു? ഈ ഒരു റോക്കറ്റിനെ കണ്ടപ്പോൾ അത് പറഞ്ഞു, ഇതിൽ എന്താണ്? ഇതൊരു ഓൾഡ് സ്റ്റിക്കാണ്. ഈ ഒരു ഓൾഡ് സ്റ്റിക്കിനെ നോക്ക്, എന്നാൽ ഇതെങ്ങനെയാണ് ഇവിടെ എത്തിയിട്ടുണ്ടാവുക? "Old stick," said the rocket. "Impossible. Gold stick. That is what he said. Gold stick is very complimentary. In fact, he mistakes me for one of the court dignitaries." ഓൾഡ് സ്റ്റിക്കോ? എന്തായാലും അവൻ എന്നെ ഓൾഡ് സ്റ്റിക്ക് എന്ന് വിളിക്കാൻ ഒരു ചാൻസും ഇല്ല. മേ ബി ഗോൾഡ് സ്റ്റിക്ക് എന്നായിരിക്കും വിളിച്ചത്. അഥവാ ഇനി ഗോൾഡ് സ്റ്റിക്ക് എന്നാണെങ്കിൽ അത് നല്ലൊരു കോംപ്ലിമെൻ്ററി വേർഡാണ്. മേ ബി ആ ഒരു കുട്ടി എന്നെ ഒരു കോർട്ട് ഡിഗ്നിറ്ററി ആയിട്ട് മിസ്റ്റേക്കൻ ചെയ്തിട്ടുണ്ടാകും. അതുകൊണ്ടായിരിക്കും ഗോൾഡ് സ്റ്റിക്ക് എന്ന് വിളിച്ചത്. "Let's put it into the fire," said the other boy. "It will help to boil the kettle." സോ ഒരു കെറ്റിലും സ്റ്റിക്സൊക്കെ ആയിട്ടാണ് ആ ഒരു ബോയ്സ് വന്നത്. അപ്പോൾ അവർക്ക് കെറ്റിൽ ബോയിൽ ചെയ്യാനുണ്ട്. സോ അതിലൊരു ബോയ് പറഞ്ഞു, നമുക്ക് എന്ത് ചെയ്യാം, ആ ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫയറിലേക്ക് ഈ റോക്കറ്റിനെ ഈ ഒരു ഓൾഡ് സ്റ്റിക്കിനെ ഇടാം. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ കെറ്റിലത് ബോയിൽ ചെയ്യാനത് ഹെൽപ്പാവും. സോ ദേ പൈൽഡ് ദ സ്റ്റിക്സ് ടുഗെദർ ആൻഡ് പുട്ട് ദ റോക്കറ്റ് ഓൺ ടോപ്പ് ആൻഡ് ലിറ്റ് ദി ഫയർ. അങ്ങനെ അവർ സ്റ്റിക്സൊക്കെ അടുക്കി വെച്ചു. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു റോക്കറ്റിനെയും വെച്ചു. എന്നിട്ട് എന്ത് ചെയ്യും? അവരതിനെ ഫയർ ചെയ്തു. "This is magnificent," cried the rocket. "They are going to let me off in broad daylight so that everyone can see me." അപ്പം നമ്മളുടെ റോക്കറ്റ് വിചാരിക്കുന്നത് അതിനെ ഫയർ ചെയ്തിട്ട് ഇതിനങ്ങോട്ട് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. സോ അതിന് ഭയങ്കര ഒരു മാഗ്നിഫിസൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നി. സോ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ബ്രോഡ് ഡേ ലൈറ്റിൽ എന്ത് ചെയ്യാം, എല്ലാവരും എന്നെ കാണും. ഞാൻ മുകളിലോട്ട് പോകുന്നത് എല്ലാവരും കണ്ട് എല്ലാവർക്കും ഒരു പ്ലഷർ കിട്ടും. അങ്ങനെയൊക്കെയാണ് റോക്കറ്റ് വിചാരിക്കുന്നത്. "We will go to sleep now," they said. അപ്പോൾ ഈ ഒരു കെറ്റിൽ കത്തിച്ചിട്ട് ഈ ഒരു ബോയ്സ് ഉറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. "When we wake up, the kettle will be boiled." ഉറങ്ങി നീക്കുമ്പോഴേക്ക് കെറ്റിൽ ബോയിലായിട്ടുണ്ടാകും. സോ അതുവരെ നമുക്ക് ഉറങ്ങാം. "The boys lay down on the grass and shut their eyes." അങ്ങനെ ബോയ്സ് ഗ്രാസിൽ കിടന്നിട്ട് കണ്ണടച്ചവർ ഉറങ്ങി. "The rocket was very damp, so he took a long time to burn. At last, however, the fire caught him." ഈ റോക്കറ്റ് ഭയങ്കര വെറ്റിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് ബേൺ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ടൈം എടുത്തു. അങ്ങനെ അവസാനം അതിലെന്ത് ചെയ്തു? ഫയർ പിടിച്ചു. "Now I am going off." അങ്ങനെ ഫയറൊക്കെ അതിൻ്റെ ആ ഒരു സ്റ്റിക്കിലൂടെ കയറി മുകളിലേക്ക് ഫയറൊക്കെ എത്തിയിട്ടുണ്ട്. "Now I am going off," he cried, and he made himself very stiff and straight. "I know I shall go much higher than the stars, much higher than the moon, much higher than the sun. In fact, I shall go so high that." അങ്ങനെ ഇതിനെ ബേൺ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിങ്ങനെ മുകളിലോട്ട് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഭയങ്കര സ്റ്റിഫായിട്ട് റിജിഡായിട്ട് കുറച്ചുകൂടി സ്ട്രെയിറ്റ് ആയിട്ട് ഇത് നിന്നു. എന്നാലും ഇതിന് മുകളിലേക്ക് റേസ് ചെയ്യാൻ പറ്റുള്ളൂ.
അപ്പം ഇത് പറയാണ്, റോക്കറ്റ് പറയാണ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റാർസിനേക്കാളും ഹൈറ്റിൽ പോകാൻ പറ്റും, മേ ബി മൂണിനേക്കാളും ആൻഡ് സണ്ണിനേക്കാളും എനിക്ക് ഹൈറ്റിൽ പോകാൻ പറ്റും. ഇൻഫാക്റ്റ് ഐ ഷാൽ ഗോ സോ ഹൈ ദാറ്റ്, എനിക്ക് എത്രയോ ഹൈറ്റിൽ ഉയരത്തിൽ എനിക്ക് പോകാൻ പറ്റുമെന്നാണ് റോക്കറ്റ് പറയുന്നത്. ഫിസ് 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 ആൻഡ് ഹി വെൻറ്റ് സ്ട്രേറ്റ് അപ്പ് ഇൻ ടു ദി എയർ. ഡിലൈറ്റ്ഫുൾ ഹി ക്രൈഡ്, ഐ ഷാൽ ഗോ ഓൺ ലൈക്ക് ദിസ് ഫോർ എവർ, വാട്ട് എ സക്സസ് ഐ എം. സോ നമ്മുടെ അരഗൻ്റ് ആയിട്ടുള്ള ഈ ഒരു റോക്കറ്റ് പറയാണ്, അതിങ്ങനെ മുകളിലോട്ട് ഭയങ്കര സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പറയാണ് ഡിലൈറ്റ്ഫുൾ, എത്ര ഹാപ്പിയാണ് ഞാൻ, എനിക്ക് ഇതുപോലെ കുറേ ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യാതെ മുകളിലോട്ട് കുറേ പോകാൻ കഴിയും, അങ്ങനെയുള്ള ഇത്ര സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു റോക്കറ്റാണ് ഞാൻ. ബട്ട് നോ ബഡി സോ ഹിം, നോട്ട് ഈവൻ ദി ബോയ്സ്, ദേ വർ ഫാസ്റ്റ് അസ്ലീപ്. ബട്ട് ഇൻഫാക്റ്റ് ആരും തന്നെ ഈ ഒരു റോക്കറ്റിൻ്റെ ആ ഒരു ജേണി കണ്ടില്ല, അത് മുകളിലോട്ട് പോകുന്നതും അങ്ങനെ കളേഴ്സ് സ്പ്രെഡ് ചെയ്യുന്ന ആ ഒരു സീൻ ആരും കണ്ടില്ല. ഈവൻ ആ ഒരു ബോയ്സ് പോലും കണ്ടില്ല, കാരണം അവരും ഉറങ്ങായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അത്രയും റിമാർക്കബിൾ ആയിട്ടുള്ള ഒരു ആരോഗ്യൻ്റായിട്ടുള്ള ഒരു റോക്കറ്റിന് കിട്ടിയിട്ടുള്ള ഒരു പണിയാണ്. ആരും തന്നെ ഇതിനെന്ത് ചെയ്തില്ല, മൈൻഡ് ആക്കിയില്ല, കാരണം ഇതിൻ്റെ സക്സസ് കാണാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. സോ ഇതാണ് നമ്മളുടെ സ്റ്റോറി. സോ ഓസ്കാർ വൈൽഡ് ഇതിൽ പറയുന്ന മെസ്സേജ്, ദി ഇമ്പോർട്ടൻസ് ഓഫ് ബീയിങ് ഹംബിൾ. ഇങ്ങനെ അരോഗൻ്റായിട്ട് നിന്നാൽ നമ്മളെ സക്സസ് കാണാനും അവിടെ ആരും ഉണ്ടാവില്ല, ഒരിക്കലും സക്സസ്ഫുൾ ആവുകയില്ല.